ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഞ്ജൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്പാടിക്കുട്ടൻ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അവനൊരു പാറ കാണാൻ പോവുകയാണ്. ഒരു ചെറിയ പാറയൊന്നുമല്ല, ഒരു വലിയ പാറ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അവൻ അത്ര മൂഡ് ശരിയല്ല. അപ്പോൾ പാറ ഏതാണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അമ്പാടി പോകുന്നത് നാട്ടുപാറയിലേക്കാണ്. നാട്ടുപാറ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതിനിടയ്ക്ക് നമ്മൾ പാറയും കൂടി കാണാമെന്ന് കരുതി അമ്പാടി ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടില്ലെങ്കിലും മാരേജ് കഴിഞ്ഞ് ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനും സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞത് അവിടെ പോയിക്കൂടാന്ന് അച്ഛനും അമ്മയും പറയാറുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളവിടെ എത്താറായി ഗൈസ്. പോകുന്ന ഇരുവശവും വനം പോലെയാണ്. അവിടെ അധികം വീടൊന്നുമില്ല, ഇടയ്ക്ക് 2-3 വീടൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് കണ്ട് വൈബൊക്കെ അടിച്ചങ്ങനെ നിന്നു. എന്നിട്ട് എൻ്റെ അമ്പാടി മോൻ ഒരുപാട് ഓടിക്കളിച്ചു. അവൻ ഈ റോഡും വഴിയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ്. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. ഓടുന്നത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ നുള്ളി പറകിക്കൊണ്ടിരിക്കണം. അവൻ്റെ കയ്യിൽ തന്നെ അവിടെ കിടന്നൊരു കവറാണ് ഇരിക്കുന്നത്. അത് പിടിച്ചു വാങ്ങിച്ചാൽ അവിടെ കിടന്ന് വിളിച്ച് കൂവി പിന്നെ ആകെ വിഷയമാവും. അപ്പം അവനെ ഒരുപാട് നേരം അങ്ങ് കളിക്കാൻ വിട്ടുകൊടുത്തു. അവന് വീട്ടിൽ ഇരിക്കുന്നേക്കാളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അവരെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ചേട്ടനെ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോയാൽ അമ്പാടിക്ക് അത് സന്തോഷമാകുമെന്ന്. അമ്പാടിക്ക് മാത്രമല്ല, ആക്ച്വലി എനിക്കും അത് സന്തോഷമാണ്. അപ്പോൾ അമ്പാടി മാക്സിമം ഈ കാഴ്ചകൾ കാണാനല്ല നോക്കുന്നത്, അവ ഈ ഓടിക്കളിക്കാനാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ ആ പാറയിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. ആ പോകുന്ന വഴിയൊന്നും അത്ര ക്ലിയർ അല്ല. ഒരു പാറയിലോട്ടാകുമ്പോൾ റോഡൊന്നും വരില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചാടി വലിഞ്ഞൊക്കെയാണ് കയറുന്നത്. പാറകൾ, കുഞ്ഞു കുഞ്ഞു പാറകൾ ഒരുപാടുണ്ട്. പിന്നെ അമ്പാടിയെ ഞാനാണ് എടുത്തിരിക്കുന്നത്. ചേട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവനെ നടത്തിക്കൊണ്ട് പോകാനും പറ്റില്ല. അങ്ങനെ ചാടി വലിഞ്ഞൊക്കെ നമ്മൾ കയറി. ഈ പാറകളൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിരുന്ന് കളിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ഈ ചെറിയ പാറകളിൽ വരുമെങ്കിലും വലിയ പാറയിൽ കയറിയിട്ടില്ല കേട്ടോ. അതിന് സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ പാറയിലേക്ക് എത്താറായി. അപ്പോൾ അവിടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അമ്പാടി ഞാൻ അവിടെ വെച്ച് കൈമാറി. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ആ താഴോട്ടുള്ള കാഴ്ച അത് വളരെ മനോഹരമായിരുന്നു. ഒരു പ്രത്യേക ഫീലാണ് അവിടെ നിന്ന് ആ താഴോട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ച് ഇടയ്ക്ക് വരാറുള്ളത്. ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് നേരമൊന്നും നമ്മളവിടെ നിന്നില്ല, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. മാത്രമല്ല അമ്പാടിയും വെച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ നിന്ന് അവന് തറ ഇറങ്ങണമെന്നൊക്കെ തോന്നും. തറ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കിടന്ന് ഓടും, അതൊരു ഡേഞ്ചറാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. പക്ഷേ അതങ്ങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഓക്കെ ഗൈസ്.